നിങ്ങളുടെ കൂടെ നടക്കുന്നവർ ഈ നാട്ടിലെ നിയമം അനുസരിക്കുന്നില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്ന ഈ ഗൺമാന്മാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോകുന്നില്ല. ഇനി നാട്ടിൽ ആര് പോവും? പോലീസ് സ്റ്റേഷനിൽ ആര് പോവും? ആര് നിയമം അനുസരിക്കും? ആര് നിയമം അനുസരിക്കും? ഒരു കോടതി പറഞ്ഞിട്ട് പോലീസ് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് സമയമില്ല. നിങ്ങളുടെ ഇടതും വലതും നടക്കുന്നവർ നിയമം അനുസരിക്കുന്നില്ല. ന്യായം വേണ്ട ഈ നാട്ടിൽ? അന്യായമാണോ ചെയ്യുന്നത്? എന്തിനും കൂട്ടുനിൽക്കാണോ? എന്തിനും കൂട്ടുനിൽക്കുന്ന പരിപാടിയാണോ? എന്നിട്ടാണ് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പിള്ളേരെ മുഴുവൻ അടിച്ച് ആശുപത്രിയിലാക്കി, ജയിലിലാക്കി, കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത്. ഇവിടെ എന്താ സ്റ്റാലിന്റെ റഷ്യയാണോ ഇത്? നിങ്ങൾ എന്താ കരുതിയത്? സ്റ്റാലിന്റെ റഷ്യയാണോ ഇത്? ഇത് ജനാധിപത്യ കേരളമാണ്. ഓർത്തു വെച്ചോ, ജനാധിപത്യ കേരളം. ഓർത്തു വെച്ചോ, ഓർത്തു വെച്ചോ. ഒരു സംശയവും വേണ്ട. ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല. അവിടെയൊക്കെ നടന്നു കാണും പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ, ജനാധിപത്യത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടന്നു കാണും. അതൊന്നും ഇവിടെ നോക്കില്ല. ഇവിടെ കാർഷിക മേഖല മുഴുവൻ തകർന്നു. ഇപ്പോ റബ്ബറിന്റെ കാര്യം പറഞ്ഞു. നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കുന്നില്ല. നാളികേര സംഭരണം തമിഴ്നാട് 75,000 ടൺ നാളികേരം സംഭരിച്ചു. കേരളം സംഭരിച്ചത് 800 ടൺ. അവർക്ക് 50,000 കേന്ദ്ര അനുമതി കൊടുത്ത് 50,000 സംഭരിച്ച് രണ്ടാമത് 34,000 ടണ്ണിന് അവർ അനുമതി വാങ്ങിച്ചു. ഇവിടെ സംഭരിച്ചത് 800 ടൺ. 50,000 അവസരം കിട്ടിയിട്ട് നാളികേരം എല്ലാം അടയ്ക്ക, സ്പൈസസ്, കാർഷിക മേഖല അതിന്റെ എക്കാലത്തെയും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ സമീപനം? എന്താ നിങ്ങളുടെ സമീപനം? നിങ്ങൾ അത് അഡ്രസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? കാർഷിക മേഖലയിൽ ഇപ്പൊ പറഞ്ഞല്ലോ, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞപ്പോ ചാർജുള്ള മന്ത്രി ലജ്ജിക്കണമെന്ന്, ലജ്ജിക്കണം, MLA ലജ്ജിക്കണം. തിരിഞ്ഞു നോക്കിയിട്ടില്ല വയനാട്ടിലേക്ക്. ചാർജുള്ള ആള് തിരിഞ്ഞ് 5 കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ IC ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ. 5 എണ്ണം, 5 കടുവ. ആ വീട്ടിൽ പോയില്ല. ചാർജുള്ള മന്ത്രി, വനം മന്ത്രി കൂടിയാണ്, ജില്ലയുടെ ചാർജുള്ള ആൾ കൂടി. ആർക്ക് ഉത്തരവാദിത്വം? ആരെവിടെ പോകുന്നത്? സാമ്പത്തിക രംഗത്തെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല, ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. ഇപ്പൊ 2-3 കൂടി പോകുന്ന പറയണം ഉടനെ. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. കുറേ നാള്, ഒരുപാട് നാള്. വ്യാജ ഡിഗ്രി കേസുകൾ വ്യാപകമായി പെരുകുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പുതിയ ആർച്ച് ബിഷപ്പ് എറണാകുളത്തെ റാഫേൽ തട്ടിലിന് സ്വീകരണം കൊടുക്കാൻ ഇവിടെ ഒരു യോഗം നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ച ചങ്ങനാശ്ശേരി പിതാവ് പറഞ്ഞു, പെരുന്തോട്ടം പിതാവ് പറഞ്ഞു, ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു, ആളുകൾ പോകുന്നു, ഞങ്ങൾ വലിയ ഉത്കണ്ഠയിലാണ്, സർക്കാർ കൂടി ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി അസ്വസ്ഥനായി. മുഖ്യമന്ത്രി അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയും. അതൊക്കെ കുട്ടികൾ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വിദ്യാഭ്യാസം നടത്താൻ പോകുന്ന ഒരു പുതിയ കാലത്താണെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്ര ലാഘവത്വത്തോടു കൂടിയാണോ ഗൗരവതരമായ ഒരു വിഷയത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നത്? മന്ത്രിയും പറഞ്ഞു അതിന്റെ പിറ്റേ ദിവസം, ഞാൻ കേട്ടു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ് എന്ന് അങ്ങ് പറഞ്ഞു. അല്ല, ഞാനൊന്ന് ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്ന കേരള യൂണിവേഴ്സിറ്റിക്ക് നാക്കിന്റെ അക്രഡിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണ്. ഒരു കുഴപ്പമില്ല. ആണോ? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നത്? ഇത് സാമ്പത്തികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇതിന്റെ ഇമ്പാക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യണ്ടേ? കുട്ടികളിങ്ങനെ പോകുമ്പോൾ നമുക്ക് പേടിയാവുകയാണ്. കുട്ടികൾ പോവാണ്, ധാരാളമായി പോവാൻ. നിങ്ങൾ മറ്റ് സ്റ്റേറ്റിൽ UP പോകണ്ട, അവിടെ പോകണ്ട. നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ട്രെൻഡ് വരികയാണ്. 35-40, ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ, നിങ്ങളിരിക്കുമ്പോൾ 35-40 ലക്ഷം രൂപയ്ക്ക് വീട് പ്ലഗ് ചെയ്ത് ആ പൈസയായിട്ട് അങ്ങ് പോവാണ്. അവിടെ പോവാണ്. അവിടെ തിരിച്ചു വരുമോ? അവരവിടെ നിന്ന് റെമിറ്റൻസ് അയക്കുമോ? ജോലി കിട്ടിയ സാധാരണ യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരാറില്ല. ഗൾഫിൽ പോയ പോലെയല്ല. ഗൾഫിൽ നിന്ന് റെമിറ്റൻസ് വരും, യൂറോപ്പിൽ പോയാൽ റെമിറ്റൻസ് വരില്ല. നമ്മുടെ ഇക്കോണമി എങ്ങനെ ബാധിക്കും? ഇവിടെ നിന്ന് ഇത്രയും കോടി രൂപ അങ്ങോട്ട് സൈഫൺ ചെയ്ത് പോവുകയാണ്. എന്തുകൊണ്ട് കുട്ടികൾ പോകുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? അതെല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോകുന്ന രീതിയാണ്. ആരോഗ്യരംഗത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, മരുന്നില്ല. ആകെ സംസ്ഥാനത്ത് ഒരാൾ മാത്രം മരുന്നുണ്ടെന്ന് പറയുന്നു, ആരോഗ്യമന്ത്രി മാത്രം. മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കാശ് കൊടുക്കാനുണ്ട്, സപ്ലൈക്കോ കോടികൾ കൊടുക്കാനുണ്ട്. കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന നമ്മുടെ അഭിമാനമായ സ്ഥാപനമല്ലേ സപ്ലൈക്കോ. ഒരു സാധനം അവിടെ സപ്ലൈ ചെയ്യുന്നില്ല ആരും. ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല.
എത്ര കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്? ആ സ്ഥാപനം ഈ KSRTC പോലെ ആ സ്ഥാപനം ആക്കുമോ നിങ്ങൾ?